السلام عليكم ورحمة الله. السلام عليكم ورحمة الله. الحمد لله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب زدني علما. صدق الله مولانا العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ദിക്റിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ മശായിഖന്മാരോടൊപ്പം പരിശുദ്ധ സ്വർഗത്തിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ നിയ്യത്ത് നന്നാക്കി തരുമാറാവട്ടെ. എല്ലാത്തിലും ഇഖ്ലാസ് നൽകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ബഹുമാനികളെ, നമ്മുടെ ദിക്റിന്റെ 6ാം വാർഷികമാണ്. ദിക്റും മജ്ലിസും പവിത്രമാണ്. മഹാന്മാർക്കും മഹദികൾക്കും നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. വലിയ മഹത്തുക്കൾ എഴുതുന്ന കിതാബിൽ കാണാം, മിസ്കീന എന്നൊരു പെണ്ണുണ്ടായിരുന്നു. അവരെ അറിയപ്പെടുന്നത് മിസ്കീന എന്നാണ്. ഫക്കീർ വലി എന്ന് പറയുന്ന ഒരു വലി പല സ്ഥലങ്ങളിലും നാം കാണാം. ഫക്കീർ വലി. ഇതുപോലെ മിസ്കീന എന്നൊരു പെണ്ണ് ബഗ്ദാദിലുണ്ടായിരുന്നു. മരണശേഷം വലിയ ഒരു ഇമാമായ ഒരു മഹാൻ ചോദിച്ചു, യാ മിസ്കീന കൈഫ ഹാലുക്കി, അതല്ല മിസ്കീനെ, നിന്റെ വിശേഷം എന്താണ്? അവിടെ നിന്നും മറുപടി കിട്ടിയത്, മനുഷ്യ, ഇപ്പോഴും നീ എന്നെ മിസ്കിന എന്നാലോ വിളിക്കുന്നത്? റഹബത്തിൽ മസ്കന, ഇല്ലായ്മയെല്ലാം പോയി, ഇന്ന് ഞാൻ മിസ്കീനയല്ല. എന്നെനിക്ക് അല്ലാഹു സമ്പത്തും സൗകര്യവും തന്നിരിക്കുന്നു. വിളിച്ചാൽ ജാല്യതയോടെ പിന്മാറി. എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഖബറിൽ പെട്ടെന്നൊരാളും നല്ല മറുപടി പറയാറില്ല. ആ ഖബറിലേക്ക് എത്തിയാലേ ഖബറിന്റെ വിഷമങ്ങൾ അറിയൂ. വലിയ വലിയ മഹാന്മാരെല്ലാം ഖബറിന്റെ ജീവിതം ഭയാനകമാണെന്നാണ് പറഞ്ഞത്. ഈ പെണ്ണ് പറഞ്ഞു, എനിക്ക് സുഖമാണ്. പെട്ടെന്ന് പറഞ്ഞു നിർത്തട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു സ്ഥാനം, ഇങ്ങനെയുള്ളൊരു സ്ഥാനം കിട്ടിയത്? എന്റെ സഹോദരിമാരെ, ബഹുമാനമുള്ള സഹോദരന്മാരെ, ഈ പെണ്ണിന്റെ മറുപടി വലിയ ഇമ്മത്ത് അവരുടെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. എവിടെ ദിക്റിന്റെ മജ്ലിസ് ഉണ്ടെന്ന് കേട്ടാലും, എവിടെ വാളിന്റെ മജ്ലിസ് ഉണ്ടെന്ന് കേട്ടാലും ഞാൻ അവിടെ ഓടിപ്പോകാറുണ്ട്. മഹത്തുക്കളോടൊപ്പം ആ ദിക്റിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ആ ദിക്റിൽ ഞാൻ ലയിക്കാറുണ്ട്. ആ മജാലിസു ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല സ്വർഗത്തിൽ പെട്ടെന്ന് എനിക്ക് നല്ലൊരു സ്ഥാനം കിട്ടിപ്പോയി. ഖബറിന്റെ അദാബ് ദൂരീകരിക്കുകയും ഖബറിന്റെ അദാബിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ വലിയ സ്ഥാനം നൽകുകയും ചെയ്തു. ബഹുമാനമുള്ള സഹോദരന്മാരെ, ദിക്റിന് പങ്കെടുക്കുക എന്നുള്ളത് തന്നെ അല്ലാഹു പൊരുത്തപ്പെട്ട ലക്ഷണമാണ്. 2 മഹാന്മാർ തമ്മിൽ ഒരു ചർച്ച നടന്നു. എന്താണെന്നറിയാമോ? ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂനി വലാ തക്ഫുറൂൻ. 100 ഹദീസ് വെച്ചുകൊണ്ട് ഒരു വലിയ പണ്ഡിതൻ ദിക്റിന്റെ മഹത്വം എഴുതുന്നുണ്ട്. ആ ഹദീസ് എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നു,
ദിക്റിന്റെ ഏറ്റവും വലിയ മഹത്വം എന്താണ്? നാം അല്ലാഹുവിനെ സ്മരിക്കലാണ്, അല്ലാഹുവിനെ പറയലാണ് ദിക്റെങ്കിൽ അതിനു മുമ്പ് തന്നെ അല്ലാഹു നിന്നെ പറയുന്നു, ഫദ്കുറൂനി, നിങ്ങൾ എനിക്ക് ദിക്ർ ചൊല്ലുക, അദ്കുറുക്കും, നിങ്ങളെ പറ്റി ഞാനും പറയാം. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഇത് മാത്രം മതി. ഒരാൾ ദിക്ർ ചൊല്ലിയാൽ അവന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ രണ്ട് പണ്ഡിതന്മാർ തമ്മിൽ വലിയ ഒരു ചർച്ച നടന്നു. അതല്ല, ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഫദ്കുറൂനി അദ്കുറുക്കും എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞതിന്റെ ലക്ഷണം എന്താണ്? ഉദ്ദേശം എന്താണ്? ആകത്തുക പറഞ്ഞത് എന്താണെന്നറിയാമോ? അല്ലാഹു എനിക്ക് സ്ഥാനം തന്നു, അല്ലാഹു എന്നെ മഹത്വമുള്ളവനാക്കി എന്നതിന്റെ തെളിവാണ് ഞാൻ സ്വലാത്തിൽ പങ്കെടുക്കുക, ഞാൻ ദിക്റിൽ പങ്കെടുക്കുക, നല്ലത് ഞാൻ പറയുക എന്നുള്ളത്. ഈ സമയത്ത് വിനയമുള്ളവർക്ക് എപ്പോഴും അവർ പറയലല്ല, മറ്റൊരാൾ പറഞ്ഞ വാക്കുകൾ പറയലാണ്. താഴ്മയുള്ളവരുടെ സ്വഭാവം, സ്വാലിഹ്യങ്ങളുടെ സ്വഭാവം. ഈ സമയത്ത് പറഞ്ഞുപോയി, ഖദർ അലൈഹിസ്സലാം ഒന്ന് വന്നിരുന്നെങ്കിൽ ഇതിന് മറുപടി പറയുമായിരുന്നു. ഖദർ അലൈഹിസ്സലാം എന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്. അന്തൽ മുമക്കനു ഫിൽ അറാളി കുല്ലിഹാ അന്തൽ അസീസുൽ ഹയ്യു മക്കിൻ ഖാലിദി യാ റബ്ബി സ്വല്ലി അലൻ നബി ഭൂമിയിൽ എവിടെയും സഞ്ചരിക്കുന്ന മഹാനാണ്, എന്നും ജീവിച്ചിരിക്കുന്ന ആളാണ് ഖദർ അലൈഹിസ്സലാം. ഇടയ്ക്കൊരു ഇൽമ് ഞാൻ പറയട്ടെ. ഖദർ ബല്യ ഇബ്നു മാലിക്, ഖദർ ബല്യ ഇബ്നു മൽക്കാൻ എന്നൊരാൾ പഠിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗം കിട്ടുമെന്നാണ്. ഖദറെ അവിടുത്തെ പേരാണ്. അതെല്ലാം വലിയ സംഭവം തന്നെ നമ്മുടെ കിതാബുകളിൽ കാണാം. എന്തുകൊണ്ട് ഖദർ വന്നു? ഖദർ ആരായിരുന്നു? ഖദറിന്റെ ഉത്ഭവം എങ്ങനെയാണ്? എത്ര കാലം ജീവിക്കും? എന്താണ് അവിടുത്തെ മഹത്വം? അത് പണ്ഡിതന്മാരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. വൈകിയ വേളയിൽ എല്ലാ ചർച്ചകളും ഞാൻ എടുത്തിടുന്നില്ല. നാം പഠിക്കുകയാണ്. ഖദർ ഇബ്നു ബല്യ ഇബ്നു മൽക്കാൻ, ഖദർ ബിൻ ബല്യ ബിൻ മൽക്കാൻ എന്നൊരു പേര് തീർത്ത് നാം പഠിച്ചാൽ തന്നെ സ്വർഗത്തിന് അർഹതയുണ്ട് എന്ന് കിതാബുകളിൽ കാണുന്നുണ്ട്. ഏതുമാവട്ടെ, ഇവർ ഇത് പറയാൻ യോഗ്യതയുള്ളവരാണ്. പെട്ടെന്ന് ആകാശത്തൊരു വെള്ളിപ്രഭ വന്നു, അതിറങ്ങി വന്നു. അത്ഭുതകരമായൊരു മനുഷ്യനാണ്. അതാരായിരുന്നു? ഇവരുടെ ഇടയിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതാണ് സത്യം. അല്ലാഹു പൊരുത്തപ്പെട്ടാൽ മാത്രമേ നിനക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റൂ, അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിനക്ക് ദിക്ർ ചൊല്ലാൻ പറ്റൂ. ഇത് പെട്ടെന്ന് പ്രത്യക്ഷമായി പറഞ്ഞതാരാണെന്നറിയാമോ? മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം. ഹാദിറാവാൻ പറ്റുന്നവരാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ ദിക്റിന്റെ മജ്ലിസ് എന്ന് പറയുന്നത് റബ്ബ് പൊരുത്തപ്പെട്ട മജ്ലിസാണ്. അതുകൊണ്ട് ഐഹികവും പാരിത്രികവുമായ നന്മകൾ നമുക്ക് വന്നുകൂടും. റഹ്മാനേ, ഞങ്ങൾ അറിവ് കുറഞ്ഞവരാണ്, ദോഷം പെരുത്തവരാണ്. എന്നിരുന്നാലും ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. ദിക്റിന്റെ മജ്ലിസിലേക്ക് ഓടി വരിക, ദിക്റിൽ പങ്കെടുക്കുക. ദിക്ർ കൊണ്ട് നമുക്ക് എന്തെല്ലാം കരസ്ഥമാകും. ഇവിടെ ദുആരക്കാൻ മിസ്ബാഹി ദുആ എന്ന ദുആ ആവശ്യപ്പെട്ടത് മാത്രം മതി. ഒരു മെഡിക്കൽ കോളേജിലെ കാര്യമല്ല, ഒരു ഹൈക്കോടതിയിലെ കാര്യമല്ല ഇവിടെ പറഞ്ഞത്. അതിൽ മാത്രം സാധിക്കുന്നതല്ല, ഒരു നിയമസഭയിൽ പാസ്സാക്കിയെടുക്കേണ്ട സംഭവമാണ് മിസ്ബാഹി വായിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ പാസ്സാക്കിയെടുക്കേണ്ട വിഷയമാണ് മിസ്ബാഹി വായിക്കുന്നത്. അതല്ലെങ്കിൽ ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെല്ലാം കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതല്ലെങ്കിൽ വകുപ്പ് മന്ത്രി, ധനമന്ത്രി തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്, ആരോഗ്യമന്ത്രി. ഇതിനെല്ലാം തന്നെ അല്ലാഹുവിന്റെ ദിക്റിന്റെ മജ്ലിസ് പറ്റും. റഹ്മാനേ, മജ്ലിസ് എന്തിറക്കി വെച്ചോ
അത് മുഴുവൻ ഈ മജ്ലിസ് അത്താണിയായി നിന്നുകൊണ്ട് അവർക്ക് നീ പരിഹാരം കാണണമല്ലാ. എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത്, അൽ ഇൽമു ഖബിലൽ ഖൗലി വൽ അമലി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹുൽ ബുഖാരിയിൽ പറയുന്ന ഒരു ബാബു അൽ ഇൽമു ഖബിലൽ ഖൗലി വൽ അമലി. ഇമാം ബുഖാരിക്ക് ധാരാളം അധ്യായങ്ങളുണ്ട്. അതിലൊരു അധ്യായമാണ് സംസാരത്തിനും പ്രവർത്തനത്തിനും മുമ്പ് അറിവുണ്ടായിരിക്കുക. ബിദലീലി ഖൗലിഹി തആല ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫലം അറിയുക, അന്നഹു നിശ്ചയം കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാകുന്നു, അവരല്ലാതെ ഒരു ഇലാഹില്ല. ലോകത്ത് മുഴുവൻ മതങ്ങളും മുഴുവൻ തത്വങ്ങളും മുഴുവൻ വേദങ്ങളും മുഴുവൻ തത്വജ്ഞാനികളും ഇവിടെ പ്രഖ്യാപിച്ചതാണ് ഏകദൈവ വിശ്വാസം. പിന്നീട് ഏതെങ്കിലും വിശ്വാസത്തിലേക്ക് മനുഷ്യൻ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും തന്നെ വേദമോ ഒരൊറ്റ വേദമോ ഒറ്റ തത്വമോ അതിനെ അംഗീകരിക്കുന്നില്ല. അതെല്ലാം സാധാരണക്കാരുടെ വിശ്വാസമാണ്. ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാനലോകത്തെ സൃഷ്ടിച്ചത്, അല്ലാഹു ഭൂമിയെ സൃഷ്ടിച്ചത്, അല്ലാഹു ഭൂമിയിലേക്ക് മലായിക്കത്തിനെ അയച്ചത്, പ്രബോധനം ചെയ്യാൻ വേണ്ടി അമ്പിയാക്കളാകുന്ന ഉസ്താദുമാരെ നിയോഗിച്ചത്, സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ചത്, ജലം തന്നത്, വെളിച്ചം തന്നത്, അല്ലാഹു എന്തെല്ലാം തന്നിട്ടുണ്ടോ. ബൽ ഖുലിഖത്തിസ് സമാവാതു സബ്ഉ വൽ അർളീന സബ്ഉ. 7 ആകാശങ്ങളും 7 ഭൂമിയും അല്ലാഹു സൃഷ്ടിച്ചത് മുഴുവൻ ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും എനിക്ക് മുമ്പുള്ള ലക്ഷത്തിൽ പകരം പ്രവാചകന്മാരും പറഞ്ഞതിൽ നിന്ന് ഉത്തമമായ വാക്കേതാണ്. നമുക്കൊരു സാധനം കിട്ടിയാൽ അതിന് വിലയുണ്ട്. നാം അമൂല്യവും അതല്ലാത്തതുമായി നാം കണക്കാക്കാറുണ്ട്. സഹോദരന്മാരെ, ഏറ്റവും അമൂല്യമായ വാക്കേതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിൽ നിന്ന് 1,24,000 പ്രവാചകന്മാർ പറഞ്ഞ വാക്കുകളിൽ ഉത്തമമായ വാക്കേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്കാണ്. ഇതിന്റെ അറിവിനാണ് നാം ഏത് കോളേജ് ഉണ്ടാക്കുന്നതും. നാം ഹിഫ്ള് കോളേജ് ആവട്ടെ, ശരീഅത്ത് കോളേജ് ആവട്ടെ, വേറെ മദ്രസയാവട്ടെ, ദർസാവട്ടെ, നാം എന്തെന്ത് ചെയ്യട്ടെ, അത് മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു തൗഹീദിന്റെ മഅരിഫത്തിന് വേണ്ടിയാണ്. ഇതറിയാൻ വേണ്ടിയാണ്. സഹോദരന്മാരെ, എന്റെ സഹോദരികളെ, കൊല്ലത്തിലൊരിക്കൽ വാളിന് വന്നു, ദിക്റിന് വന്നു, നിർത്തരുത് കേട്ടോ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാം ഒന്ന് പഠിക്കലാണ് നമ്മുടെ ലക്ഷ്യം. നിർത്താതെ കണ്ട് ചെല്ലുക, നിസ്കാരം ഖളാആക്കാതെ കണ്ട് ചെല്ലുക, ഹറാം പറയാതെ കണ്ട് ചെല്ലുക. ആ നാവിനെ രസമുണ്ടാവുകയുള്ളേ. ഹറാമായ രക്തം, ഒരാളുടെയും അന്യായമായ ഒരു സാധനവും ഉള്ളിലേക്ക് പോകരുത് എന്റെ സഹോദരന്മാരെ. മഹത്തുക്കളിൽ നിന്നൊരാൾ ഒരു മനുഷ്യന് സ്വപ്നം കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥ എന്താണ്? എനിക്കൊന്നും ലോകത്തില്ലായിരുന്നു. 1 സെന്റ് ഭൂമിയോ, ചെറിയ ഒരു വീടോ, ചെറിയ ഒരു വാഹനമോ, ഒരു തുണ്ട് ഭൂമിയോ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഹിസാബ് നേരിടുന്നത് എന്താണെന്നറിയാമോ?
ഒരാളുടെ പക്കൽ നിന്നൊരു സൂചി തയ്ക്കാൻ വേണ്ടി വാങ്ങിയിരുന്നു. തയ്ക്കാനൊരു സൂചി ഞാൻ വാങ്ങി. ആ സൂചി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതിന്റെ ഹിസാബ് ഇന്ന് വരെ എന്നിൽ നിന്ന് കഴിഞ്ഞില്ല. എന്റെ സഹോദരന്മാരെ, എന്റെ സഹോദരികളെ, ദുന്യാവിൽ ജീവിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ജീവിക്കാൻ ഹറാമ് വാട്ടിക്കൂട്ടണ്ട കേട്ടോ. ഹറാമായതൊന്നും നമ്മിലേക്ക് വരരുത് കേട്ടോ. നമ്മുടെ മക്കൾക്ക് കൊടുക്കരുത് റബ്ബേ. നീ പൊരുത്തപ്പെടാത്ത ഒന്നും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ആമീൻ പറയാൻ അറിയാത്തവരോട് ഇരിക്കുന്നു. എന്താ ജന്തുക്കളും ഉണ്ടായിരിക്കുന്നത്? സഹോദരന്മാരെ, അല്ലാഹുവിന്റെ കലിമത്തു തൗഹീദാണ് ഏറ്റവും വലുത്. അതല്ലേ ശിബിലി റളിയല്ലാഹു അൻഹു ദിക്റിനെ നിങ്ങൾ കേട്ടില്ലേ? ഒരൊറ്റ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുതൽ ബഹുമാനമുള്ള പിതാവ് വരെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. അത് മാത്രം ഓരോ പേര് പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം അവരുടെ ചരിത്രവും താരീഖും പറഞ്ഞ് ഈമാൻ നമുക്ക് കൂട്ടാൻ പറ്റുമായിരുന്നു. ഒരു കാലം ഞാൻ ദിക്റാണ് പറഞ്ഞതെങ്കിൽ ഇനി താരീഖാണ് പറയാൻ പോകുന്നത്. അല്ലാഹുവേ, അവരുമായി ഒരു ബന്ധമുണ്ടാക്കാൻ, അവരുടെ ഒരു പൊരുത്തം കിട്ടാൻ, അവർക്കൊരു ഫാത്തിഹ എപ്പോഴും മുതുകിൽ, പിന്നെ അവരെ ബാറക്കത്തും അവരെ ദുആയും ബാറക്കത്തുമെത്തുമേ. നിർത്തട്ടെ. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ഏറ്റവും വലിയ മഹാനായ ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 70,000-ൽ കുറയാതെ ആളുകൾ തന്റെ മജ്ലിസിൽ വരും. തന്റെ മജ്ലിസിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒന്നാമത്തെ സഫിലിരിക്കുന്ന ആളുകളെ പോലെ തന്നെ 1000-ാമത്തെ സഫിലിരിക്കുന്ന ആൾക്കും കേൾക്കാമായിരുന്നു. ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുതുബാ. ഖുതുബാകാൻ വേണ്ടി ദർസ് നടത്തിയവരാണവർ. 25 ആണ്ടോളം ചുറ്റി നടന്നവര്. ആഴ്ചയിൽ 3 ദിവസം 40 കൊല്ലത്തോളം വയല് പറഞ്ഞവരാണ്. 25ഓളം വർഷം അല്ലാഹുവിന്റെ മഅരിഫത്തിന്റെ ലദ്ദത്തിൽ നടന്നുപോയവരാണവർ. 70,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന മജ്ലിസിൽ തന്റെ വയലങ്ങോട്ട് കേട്ടാൽ ബോധക്ഷയരായി ധാരാളം ജനങ്ങൾ വീഴും. റബ്ബിന്റെ മഅരിഫത്ത് കെട്ടിപ്പോകും. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സ്ഥാനത്തേക്ക് അവരെ കയറ്റും. ഇവർ ആ ഖുത്ബാനിയത്തിലേക്ക് എത്തിയത് ഇൽമ കൊണ്ടാണ്. ഈ ജമാദുൽ അവൽ മാസത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അങ്ങ് ബഗ്ദാദിലെ, ബസ്രയിലെ, ഉമ്മു അബീദയിലെ, ബത്ഹയിലെ ഹസൻ എന്ന സ്ഥലത്ത് ജനിച്ച മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ, പേര് തന്നെ സുൽത്താനുൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ ചക്രവർത്തി എന്നൊരു പേര് ആർക്കു മാത്രമേ ഉള്ളൂ. അഹ്മദുൽ കബീർ റിഫാഈ ഹദീസിന്റെ മുഹദ്ദിസായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, ഉജ്ജ്വലവാഗ്മിയായിരുന്നു. ദർസാണ് ജോലി. തന്റെ ഉസ്താദ്, എന്റെ സഹോദരന്മാരെ, വയല് കേട്ടിട്ട് മാറ്റമില്ലേ, ഉപദേശം കേട്ടിട്ട് മാറ്റമില്ലേ? നിങ്ങൾക്കറിയാമോ, അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുവിനോട് തന്റെ ശൈഖ് ഒരു ഉപദേശം കൊടുത്തു. മുശക്കിക്കുൽ ലാ യുഫ്ലിഹ്. ഇത് പറഞ്ഞുകൊണ്ട് 1 വർഷം മഹാനവറുകൾ നടന്നു കഴിഞ്ഞു. ഈ ഒരൊറ്റ ഉപദേശം 1 കൊല്ലം പറഞ്ഞു നടന്നു.
സംശയിക്കുന്നവൻ വിജയിക്കുകയില്ല. നമുക്ക് ആർക്കാണ് ഒരാളോട് രോഗം മാറുമോ? ആ, വന്നത് അതിനല്ലേ. നിനക്ക് ജോലി കിട്ടുമോ? ആ, ദ്വാരക്കാൻ പറഞ്ഞ അതിനല്ലേ. നിന്റെ കല്യാണം നടക്കുമോ? നിന്റെ പള്ളിപ്പണി പെട്ടെന്ന് തീരുമോ? നിനക്ക് ഉദ്യോഗം കിട്ടുമോ? ഒരൊറ്റ മനുഷ്യന് ഉറപ്പില്ല. ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ അവന് വിജയവുമില്ല. ഒരു ഷോളറെല്ലാം നേരെ പിടിക്കുന്നവൻ, തല നേരെ നിൽക്കുന്നവൻ ഇവന്റെ മനസ്സിൽ ഉറപ്പുള്ളവനാണെന്ന്